കേരള യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന സബ്ജക്റ്റിൻ്റെ 2024 ഡിസംബറിൽ വന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ 9ാമത്തെ ചോദ്യമാണിത്. ഓക്കെ, സോ ഈ 9ാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല സ്റ്റുഡൻസിൻ്റെയും ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ GST ഉൾപ്പെടെയാണോ പ്രോബ്ലം ചെയ്യേണ്ടത് അതോ GST ഒഴിവാക്കിയാണോ പ്രോബ്ലം ചെയ്യേണ്ടത്, ഇതാണ് കൂടുതൽ പേരും ചോദിച്ചത്. അതായത് ഒരു മെഷീനറിയുടെ ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ മെഷീനറിയുടെ കോസ്റ്റിനോടൊപ്പം GST ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഇൻസ്റ്റലേഷൻ എക്സ്പെൻസിനകത്തും GST ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നു. അപ്പോൾ സ്റ്റുഡൻസിന് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട ഒരു സംശയം തന്നെയാണ്, GSTയുടെ എമൗണ്ടും കൂടെ ചേർത്താണോ നമ്മൾ കണക്ക് ചെയ്യേണ്ടത് അതോ GST ഒഴിവാക്കിക്കൊണ്ട് ബാക്കി തന്നിരിക്കുന്ന എമൗണ്ട് വെച്ച് ചെയ്താൽ മതിയോ, ഇതായിരുന്നു സംശയം. ഓക്കെ, ചോദിച്ചവരോടൊക്കെ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കോമൺ ആയിട്ട് തന്നെ എല്ലാവരുടെ അറിവിലേക്കായിട്ട് പറയാം. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മെഷീനറിയുടെ കോസ്റ്റ്. അപ്പോൾ നമ്മുടെ കമ്പനി ഒരു മെഷീനറി വാങ്ങി എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം ചോദ്യം ഒന്ന് വായിച്ചു തരാം. എ കമ്പനി പർച്ചേസസ് എ മെഷീൻ കോസ്റ്റിംഗ് ₹1 lakh, GST ആപ്ലിക്കബിൾ ഈസ് 5%. അതായത് 1 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങി, അതിൽ 5% GST ആപ്ലിക്കബിൾ ആണ്. വിത്ത് ആൻ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് 5 years ആൻഡ് എ റെസിജ്വൽ വാല്യൂ ഓഫ് 16,800. അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. 5 വർഷമാണ് ലൈഫ് ടൈം പറഞ്ഞിരിക്കുന്നത്. 16,800 രൂപയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരിയേജ് ഉണ്ട് 5,000, അതും ഓക്കെ. ഇൻസ്റ്റലേഷൻ ചാർജസിൻ്റെ കേസിലും 10,000 ആണ് ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ്, അവിടെയും 18% GST ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സ്റ്റുഡൻസിന് ഡൗട്ട് വന്നത് മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷമാണോ അതോ GSTയും കൂടെ ചേർത്തെടുക്കണോ, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് 10,000 ആണോ അതോ GSTയും കൂടെ ചേർത്താണോ എടുക്കേണ്ടത്, ഇതായിരുന്നു അവരെന്നോട് സംശയമായിട്ട് ചോദിച്ചത്. ഓക്കെ, ആ സംശയം ഞാനങ്ങ് തീർത്തു തരാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇത്രയുമാണ്. മെഷീനറിയുടെ കോസ്റ്റ് 1 ലക്ഷം, അതിൻ്റെ GST 5% 5,000 രൂപ. ക്യാരിയേജ് ഉണ്ട് 5,000, ഇൻസ്റ്റലേഷൻ ചാർജ് 10,000 തന്നിട്ടുണ്ട്, അതിന് 18% GST 1,800 രൂപ. ലൈഫ് 5 വർഷമാണ്, സ്ക്രാപ്പ് വാല്യൂ 16,800. ജസ്റ്റ് ഇതായിരുന്നു അവരുടെ സംശയം. മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷമാണോ 1,05,000 ആണോ എടുക്കേണ്ടത്, ഇതാണ് എന്നോട് ചോദിച്ചത്. മെഷീനറിയുടെ കോസ്റ്റ് ആയിട്ട് 1 ലക്ഷം രൂപയാണോ 1,05,000 ആണോ എടുക്കേണ്ടത്, ഇൻസ്റ്റലേഷൻ ചാർജ് 10,000 ആണോ 11,800 ആണോ എടുക്കേണ്ടത്, ഇതായിരുന്നു ചോദ്യം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ സന്തോഷമുള്ളൊരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ GSTയും കൂടെ ചേർത്തെടുത്താലും GST ഒഴിവാക്കിക്കൊണ്ട് പ്രോബ്ലം ചെയ്താലും ഉത്തരം ശരിയാണ്. ധൈര്യമായിട്ട് വിശ്വസിക്കാം. നമ്മുടെ GST ആക്ട് അനുസരിച്ച് ഇവിടെ നിങ്ങൾ GST എടുത്ത് ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചാലും GST ഒഴിവാക്കിക്കൊണ്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചാലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. 2 ആൻസറും ശരിയാണ്. 2 ആൻസറിന് മാർക്ക് കൊടുക്കേണ്ടി വരും. ആൻസർ കീ ഇടുന്നവർ അങ്ങനെ തന്നെ ആൻസർ കീ ഇടണം. നോർമലി അതാണ് ശരി ഉത്തരം. ഇനി ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് കേട്ടോ. ജസ്റ്റ് ഇപ്പം GST എടുത്താലും GST എടുത്തില്ലെങ്കിലും ഉത്തരം ശരിയാണെന്ന് പറഞ്ഞ പോലല്ലല്ലോ നമ്മുടെ ജോലി. കൃത്യമായിട്ട് കേട്ടോ, നല്ലൊരു അറിവാണ് തരുന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ലെവൽ ടോപ്പിക്കാണ്. ഞാനത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഈ 2 ഉത്തരവും, അതായത് 1,05,000 എന്നെടുത്ത് കണക്ക് ചെയ്താലും 1 ലക്ഷം എന്നെടുത്ത് കണക്ക് ചെയ്താലും ശരിയാണ്. 10,000 എന്നെടുത്ത് കണക്ക് ചെയ്താലും 11,800 എന്നെടുത്ത് കണക്ക് ചെയ്താലും ശരിയാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ GST എടുത്തിട്ട് ഇവിടെ എടുക്കാതിരുന്നാലും, ഇവിടെ GST എടുക്കാതിരുന്നിട്ട് ഇവിടെ എടുത്താലും, രണ്ടും എടുത്തില്ലെങ്കിലും എല്ലാ കോമ്പിനേഷനും ഇവിടെ ഉത്തരം ശരിയാണ്. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കുട്ടി ഇവിടെ 1,05,000 എടുത്ത് GST എടുത്തു, പക്ഷേ ഇവിടെ എടുത്തില്ല. പേടിക്കണ്ട, ഉത്തരം ശരിയാണ്. നമ്മുടെ രാജ്യത്തെ നിയമമാണ് ഞാനീ പറയുന്നത്. നമ്മുടെ GST ആക്ട് അനുസരിച്ച് ഇവിടെ GST ആഡ് ചെയ്തെടുത്തില്ലെങ്കിലും, ഇവിടെ ആഡ് ചെയ്തെടുത്തില്ലെങ്കിലും, രണ്ടിടത്തും ആഡ് ചെയ്തില്ലെങ്കിലും എന്ത് സംഭവിച്ചാലും ഈ ഉത്തരം ശരിയായിട്ട് തന്നെ കണക്കാക്കണം. ഇനി എൻ്റെ കാരണം പറഞ്ഞുതരാം, വ്യക്തമായിട്ട് കാരണം പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിളായിട്ട് നമ്മുടേതൊരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കാം. കമ്പനി പർച്ചേസസ് എന്നേ ഉള്ളൂ. നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ കമ്പനി ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരിക്കൽ കൂടെ പറയുകയാണ്, നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ലെവൽ ടോപ്പിക്കാണ്. പക്ഷേ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ഒരു CA പഠിപ്പിക്കുന്ന പോലെയല്ല, കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നില്ല പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനി എന്താണ്? ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഓക്കെ, ആ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് 1 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങിയിരിക്കുന്നത്. ഇതാണ്ട് 1 ലക്ഷം രൂപ മെഷീനറി വാങ്ങി. ഓക്കെ, സോ നമ്മൾ 1 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങി, 5%, അതായത് 5,000 ആണ് നമ്മൾ GST ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബില്ല് കൊടുക്കുമ്പോൾ മെഷീനറി വാങ്ങിയിട്ട് പേയ്മെൻറ്റ് ചെയ്യണ്ടേ? ആ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ 1,05,000 തന്നെ പേയ്മെൻറ്റ് കൊടുക്കണം. ആ പേയ്മെൻറ്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്.
നമ്മൾ 1,05,000 രൂപ തന്നെ ഈ മെഷീനറി വിൽക്കുന്നയാൾക്ക് കൊടുക്കണം. സോ നമ്മൾ മെഷീനറി വാങ്ങുന്നത് 1,05,000 രൂപ ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ട് തന്നെയാണ്. അപ്പം മെഷീനറി വാങ്ങാനായിട്ട് നമുക്ക് 1,05,000 തന്നെ ചിലവാകും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ കാണാനായിട്ട് 1,05,000 കോസ്റ്റായിട്ട് എടുക്കണോ 1,00,000 കോസ്റ്റായിട്ട് എടുക്കണോ എന്നാണ് പ്രശ്നം. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത് രണ്ടും ശരിയാണ്. അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ 1,05,000 രൂപ കൊടുത്ത് മെഷീനറി വാങ്ങി. അതിൽ 1,00,000 രൂപ മെഷീനറിയുടെ വിലയും 5,000 രൂപ GST ആണെന്നറിയാലോ. ശരി, നമ്മൾ എന്തിനാണ് മെഷീനറി വാങ്ങുന്നത്? ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനി ഒരു മെഷീനറി എന്തിനാണ് വാങ്ങുന്നത്? ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ അല്ലേ? അപ്പോൾ ആ മെഷീനറി ഉപയോഗിച്ച് നമ്മൾ ബിസ്ക്കറ്റ് നിർമ്മിക്കുവാണ്. ഇത്രയും ഓക്കെ ആണല്ലോ. നമ്മൾ ബിസ്ക്കറ്റ് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബിസ്ക്കറ്റ് വിൽക്കുമല്ലോ, ബിസ്ക്കറ്റ് നിർമ്മിച്ച് നമ്മൾ ബിസ്ക്കറ്റ് വിൽക്കുമല്ലോ. അങ്ങനെ വിൽക്കുമ്പോൾ അതിനകത്തും GST കൂടെ ചേർത്താണ് വിൽക്കുന്നത്. പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ മെഷീനറി വാങ്ങി 1,00,000 രൂപയുടെ മെഷീനറി 5,000 രൂപ GST കൂടെ ചേർത്ത് വാങ്ങി. ഓക്കെ, ഇതുപയോഗിച്ച് നമ്മളിനി ബിസ്ക്കറ്റ് നിർമ്മിക്കും. ഒരു കവർ ബിസ്ക്കറ്റിന് 10 രൂപയാണ്. ഒരു കവർ ബിസ്ക്കറ്റ് നമ്മൾ വിൽക്കുന്നത് 10 രൂപയ്ക്കാണ്, പ്ലസ് 1 രൂപ GST. അപ്പോൾ 11 രൂപയ്ക്കാണ് നമ്മൾ ബിസ്ക്കറ്റ് വിൽക്കുന്നത്. ഇതാണ് എൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ബിസ്ക്കറ്റ് വിൽക്കുന്നതും GSTയും കൂടെ ചേർത്താണ്. അപ്പോൾ 10 രൂപയുടെ ബിസ്ക്കറ്റ് 1 രൂപ GST എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ 11 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസ്ക്കറ്റ് വിൽക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ വാങ്ങുന്ന 1 രൂപയുണ്ടല്ലോ, ബിസ്ക്കറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ഈ 1 രൂപയില്ലേ GST 1 രൂപ, ഇത് നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കണം. ഈ GST നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. നമ്മുടെ ബിസ്ക്കറ്റ് 10 രൂപ, കസ്റ്റമറുടെ 1 രൂപയും കൂടെ ചേർത്ത് 11 രൂപയാണ് നമ്മൾ വാങ്ങുന്നത്. ഇതാണ് GSTയുടെ കേസ്. ഈ 1 രൂപ എന്ന് പറയുന്നത് നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കണം. ഈ 1 രൂപ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. ഓക്കെ, സപ്പോസ് നമ്മളൊരു 10,000 പാക്കറ്റ് ബിസ്ക്കറ്റ് വിറ്റെന്ന് വിചാരിക്കാം. 10,000 പാക്കറ്റ് ബിസ്ക്കറ്റ് വിറ്റാൽ നമുക്കിത് 10,000 രൂപയാണ് GST കിട്ടുന്നത്. 10,000 രൂപ GST കിട്ടും. ഇത്രയും മനസ്സിലായോ? നമ്മൾ 10,000 പാക്കറ്റ് ബിസ്ക്കറ്റാണ് വിൽക്കുന്നത്. ഒരു പാക്കറ്റിൻ്റെ വില 10 രൂപ പ്ലസ് 1 രൂപ GST. അപ്പോൾ GST ആയിട്ട് 10,000 രൂപ കിട്ടത്തില്ലേ? അപ്പോൾ നമ്മൾ സർക്കാരിലേക്ക് 10,000 രൂപയിലെ GST പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി പറഞ്ഞ് കേട്ടോ, നമ്മൾ ഈ മെഷീനറി വാങ്ങാനായിട്ട് ഒരു 5,000 രൂപ GST നമ്മൾ ഓൾറെഡി അടച്ചിട്ടുണ്ട്. ആ സെല്ലർക്ക്, മെഷീനറിയുടെ സെല്ലർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് GST ആയിട്ട് ഒരു 5,000 രൂപ പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. ഓക്കെയാണ്. നമ്മൾ ഓൾറെഡി സർക്കാരിലേക്ക് കൊടുക്കാനായിട്ട് മെഷീനറി വിൽക്കുന്നയാൾക്ക്, ഈ മെഷീനറി വിൽക്കുന്നയാൾ ഈ 5,000 രൂപ ഗവൺമെൻറ് അടയ്ക്കണോ? നമ്മൾ മെഷീനറി വാങ്ങുമ്പോൾ നമ്മൾ 5,000 രൂപ GST കൊടുക്കുന്നത് ആ സെല്ലർക്കാണ്. ആ സെല്ലർ അത് സർക്കാരിലേക്ക് അടച്ചോളും. ഇൻ ഷോർട്ട്, നമ്മളൊരു 5,000 രൂപ ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 5,000 രൂപ ഓൾറെഡി ഗവൺമെൻറ്റിലേക്ക് GST ആയിട്ട് അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ബിസ്ക്കറ്റ് വിറ്റ വകയിൽ ഒരു 10,000 രൂപയാണ് GST അടയ്ക്കാനായിട്ട് ഇപ്പോൾ കൈയിരിക്കുന്നത്. ഇവിടെയാണ് കേൾക്കേണ്ടത്, നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി അടച്ചു കഴിഞ്ഞ 5,000 രൂപ ഇവിടുന്ന് കുറയ്ക്കാൻ പറ്റും. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ചുമ്മാ കേട്ടാൽ മാത്രം മതി. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന GST സർക്കാരിലേക്ക് അടയ്ക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, മെഷീനറി നമ്മൾ ഓൾറെഡി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് അന്ന് കൊടുത്ത GST വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇനി 5,000 രൂപ GST കൊണ്ടുപോയി അടച്ചാൽ മതി. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുവാണെങ്കിൽ ഈ 5,000 രൂപ നമുക്ക് റീഫണ്ട് കിട്ടുന്ന പോലെയാണ്. ഈ 5,000 രൂപ അന്ന് അടച്ചു എന്നത് നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് വരത്തില്ല. അതിൽ കുറച്ച് ഇത്തവണ അടച്ചാൽ മതി. 5,000 രൂപ തിരിച്ച് പിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കമ്പനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുവാണെങ്കിൽ കസ്റ്റമറുടെ നിന്ന് ബിസ്ക്കറ്റ് വിറ്റ് വാങ്ങി വെച്ചിരിക്കുന്ന 10,000-ൽ 5,000 രൂപ കൊണ്ടുപോയി നമ്മൾ സർക്കാരിലേക്ക് അടച്ചാൽ മതി. നമ്മൾ മെഷീനറി വാങ്ങിയപ്പോൾ അടച്ച 5,000 രൂപ ഇവിടെ നമുക്ക് കൈവശം തന്നെ വെച്ചിരിക്കാം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കമ്പനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമെങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്താൽ നമ്മൾ മെഷീനറി വാങ്ങിയപ്പോൾ അടച്ച 5,000 രൂപ ഇപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടിയ കണക്കാണ്. ആ 5,000 നമുക്ക് തിരിച്ച് കിട്ടിയ കണക്കാണ്. അപ്പോൾ ആ 5,000 രൂപ അവിടെ എക്സ്പെൻസ് ആയിട്ട് വരത്തില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്ന കമ്പനികൾക്ക് ഈ GSTയെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. കാര്യം ഈ 5,000 രൂപ നമ്മൾ അടയ്ക്കാൻ പോകുന്ന GSTയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ മെഷീനറി വാങ്ങിയപ്പോൾ 5,000 രൂപ GST അടച്ചു. പക്ഷേ നമ്മുടെ കമ്പനി ബിസ്ക്കറ്റ് വിറ്റ് ഒരു 10,000 രൂപ GST കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സർക്കാരിലേക്ക് ആ 10,000 രൂപ അടയ്ക്കുമ്പോൾ ഈ 5,000 രൂപ കുറച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തു എന്ന് പറയുന്നത്.
അങ്ങനെ എടുക്കുന്ന കമ്പനികൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനാണ് അവിടെ തീരുമാനമെങ്കിൽ ഈ മെഷീനറി വാങ്ങിയപ്പോൾ അടച്ച ജി എസ് ടിയെ ഇനി നിങ്ങൾക്കൊരു എക്സ്പെൻസ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. കാര്യം ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടിയ കണക്കാണ്. ആ കേസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്ന കേസിൽ ഈ 1,00,000 രൂപയായിരിക്കും ഒരു കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്, ഈ 10,000 രൂപയും ആയിരിക്കും. അവർക്ക് ഈ ഒരു കേസും ഏതെങ്കിലും ഒരു കേസിൽ കാണിക്കാം. ഈ ജി എസ് ടി അവർക്ക് റീഫണ്ടായിട്ട് എപ്പോഴെങ്കിലും പിടിക്കാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ജി എസ് ടി എമൗണ്ട് നമുക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതിന് തുല്യമാണ്. ആ എമൗണ്ട് നമുക്ക് കുറച്ചടച്ചാൽ മതി. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്ന കമ്പനികളാണ്, എടുക്കുന്ന ഒരു കമ്പനിയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ കോസ്റ്റായിട്ട് ഈ 1,00,000 ഈ 10,000 ആയിരിക്കും അവരെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പിടിക്കുന്ന കമ്പനിക്ക് ജി എസ് ടി എക്സ്പെൻസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല, ജി എസ് ടി ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഏത് കമ്പനിയുടെയാണ് ചെയ്യുന്നത് എന്നൊന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ ജി എസ് ടി എടുക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പിടിക്കുന്ന കമ്പനിയാണെന്ന് അസ്യൂം ചെയ്ത് മാർക്ക് തരേണ്ടി വരും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ജി എസ് ടി ആഡ് ചെയ്യാതെയാണ് ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തന്നേ പറ്റൂ. കാര്യം ഇൻപുട്ട് ടാക്സ് എടുക്കുന്ന ഒരു കമ്പനിയുടെ പ്രോബ്ലമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് അസംഷൻ. ക്വസ്റ്റ്യന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അത് വരുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്താൽ if that company opt ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമെങ്കിൽ ജി എസ് ടി അവർക്ക് ചിലവായിട്ട് കാണിക്കാൻ പറ്റില്ല, ജി എസ് ടി കോസ്റ്റിൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല. കാര്യം ആ ജി എസ് ടി പേയ്മെൻറ്റ് അവർക്ക് പിന്നീട് ഡിഡക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും, അവർക്കതൊരു ചിലവല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഈ 5,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ബെനിഫിറ്റ് കിട്ടും. ഈ 5,000 1,800 നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടച്ച് കഴിഞ്ഞതാണെങ്കിലും പിന്നീട് അടയ്ക്കാൻ വെച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് ഇത് കുറയ്ക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ 5,000 1,800 പേയ്മെൻറ്റ് നമ്മുടെ നിന്ന് പോയിട്ടില്ലാത്തതിന് തുല്യമാണ്. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പിടിക്കുന്ന കമ്പനിക്ക് ജി എസ് ടി അവരുടെ എക്സ്പെൻസ് ആയിട്ട് കോസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ആ കേസ് ഇങ്ങനെ വരും ഈ പ്രോബ്ലം. മെഷീനറിയുടെ കോസ്റ്റ് 1,00,000 എടുക്കാൻ പറ്റൂ, ക്യാരിയേജ് 5,000 എടുക്കണം, ഇൻസ്റ്റലേഷൻ 10,000 അങ്ങനെ എടുക്കാൻ പറ്റൂ. ദെൻ സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കുന്നു, ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ചെയ്ത് വരുമ്പോൾ നമുക്ക് 19,640. ജി എസ് ടി ഉൾപ്പെടുത്താൻ പറ്റില്ല. കമ്പനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. എന്നാൽ ചില കമ്പനികൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഇപ്പോൾ നമ്മൾ ഓൾറെഡി 5,000 രൂപ മെഷീനറിയുടെ പേരിലും 1,800 രൂപ ഇൻസ്റ്റലേഷൻ്റെ പേരിലും ജി എസ് ടി അടച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ് വിറ്റ് കിട്ടി 10,000 രൂപ ജി എസ് ടി കിട്ടി. ഓക്കെ, 10,000 രൂപ ജി എസ് ടി കിട്ടി. വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന 5,000 1,800 ഇതിൽ നിന്ന് കുറയ്ക്കാം. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓൾറെഡി പറഞ്ഞു. ചില കമ്പനികൾ ചിലപ്പോൾ ഇങ്ങനെ കുറയ്ക്കത്തില്ല. അവർക്ക് ഈ 10,000 രൂപയും കൊണ്ടുപോയി സർക്കാർ അടയ്ക്കും. ബിസ്ക്കറ്റ് വിറ്റ് കിട്ടിയ ജി എസ് ടി, ബിസ്ക്കറ്റ് വിറ്റ് കിട്ടിയ 10,000 രൂപയും കൊണ്ടുപോയി സർക്കാരിലേക്ക് അടച്ചിട്ട് ഈ പറയുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഈ അടച്ച ജി എസ് ടി 5,000 1,800 അത് അവർ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചോളാം എന്ന് പറയും. അതായത് 10,000 രൂപയിൽ നിന്ന് ഇത് കുറയ്ക്കത്തില്ല. പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മെഷീനറിയുടെ ചിലവായിട്ട് 5,000 ആഡ് ചെയ്യും, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് ആയിട്ട് 1,800 ആഡ് ചെയ്യും. ആ സിറ്റുവേഷനിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നില്ല അവർ. കണ്ടോ, കമ്പനി ഡസ് നോട്ട് ഓപ്റ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കമ്പനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന ജി എസ് ടിയുടെ എമൗണ്ട് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജി എസ് ടി അടയ്ക്കുന്ന സമയത്ത് അതും കൂടെ കുറച്ചടയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അത് കോസ്റ്റിൽ ആഡ് ചെയ്യാനാണ് അവർക്ക് ആഗ്രഹം. അപ്പം മെഷീനറിയുടെ വില 1,05,000, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് 11,800, കാരേജ് അത് തന്നെ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ നിൽക്കും. അത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ വന്നാൽ 21,000 എന്ന് കിട്ടും. സോ നമുക്ക് 19,640 എന്ന ഡിപ്രീസിയേഷൻ എഴുതിയാലും 21,000 കണ്ടുപിടിച്ചാലും ഇത് രണ്ടും ശരിയാണ്. കാരണം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്ന കമ്പനിയാണെങ്കിൽ മെഷീനറിയുടെ കൂടെയും ഇൻസ്റ്റലേഷൻ എക്സ്പെൻസിൻ്റെ കൂടെയും ജി എസ് ടി ആഡ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഉത്തരം കിട്ടും. ഇതും ശരിയാണ്. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണ്ട, നമുക്കത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം, ജി എസ് ടി എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഉത്തരം ഇങ്ങനെ വരും. ഇതും ശരിയാണ്. ഈ രണ്ട് ഉത്തരത്തിനും മാർക്ക് കൊടുത്തേ പറ്റൂ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, കുറച്ചുകൂടി നിങ്ങൾക്ക് സന്തോഷിക്കാം. തിരിച്ചും, അതായത് ഈ പറഞ്ഞ കണക്ക് മെഷീനറിയുടെ കോസ്റ്റിൻ്റെ കൂടെ ജി എസ് ടി എടുത്തു ഒരു സ്റ്റുഡൻറ്റ് എന്ന് വിചാരിച്ചോ, മെഷീനറിയുടെ കൂടെ എടുത്തു, പക്ഷേ ഇൻസ്റ്റലേഷനിൽ എടുത്തില്ല. എന്നാലും ഒരു കുഴപ്പമില്ല, അതൊക്കെ അവരെ ഇഷ്ടമാണ്. മെഷീനറിയുടെ കൂടെ എടുത്തില്ല, തിരിച്ച് മെഷീനറി എടുത്തില്ല, തിരിച്ച് മറിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇൻസ്റ്റലേഷൻ എടുത്തില്ല, അങ്ങനെ ചെയ്താലും നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട. നോർമലി അങ്ങനെ ആരും ചെയ്യാൻ സാധ്യതയില്ല. ഒന്നുകിൽ നിങ്ങൾ എടുത്തു കാണും, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു കാണത്തില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടി കാണും അല്ലേ, ഒന്നുകിൽ ഇതായിരിക്കും ആൻസർ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും. രണ്ടിനും നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടിയേ പറ്റൂ. കാര്യം അത് ഞാനീ പറയുന്നത് എൻ്റെ അറിവൊന്നുമല്ല, ഇത് ജി എസ് ടി ആക്റ്റാണ്.
നമുക്ക് ജി എസ് ടിയെ പറ്റി അറിയാവുന്നതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളും ജി എസ് ടിയെ പറ്റിയൊക്കെ ഉടനെ പഠിക്കും, അടുത്തടുത്ത സെമ്മുകളിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത്രയൊന്നും നിങ്ങൾ എഴുതി കാണത്തില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. എയ്തർ ഈ ആൻസർ അല്ലേ, ഒന്നുകിൽ ഈ ഉത്തരം കിട്ടിക്കാണും, അല്ലെങ്കിൽ ഇത് കിട്ടിക്കാണും. ടെൻഷൻ അടിക്കൊന്നും വേണ്ട, രണ്ടിനും മാർക്ക് കിട്ടും. പിന്നെ ഇതൊന്നും ഉദ്ദേശിച്ചായിരിക്കത്തില്ല മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. കാര്യം ഈ 5% എന്ന് പറയുന്നത് തെറ്റാണ്. നോർമൽ ഞാൻ നിയമപരമായിട്ട് പറയുവാണ്, മെഷീനറിക്ക് 5% ഒന്നും അല്ല ജി എസ് ടി. ഇത് ചുമ്മാ അങ്ങ് ഇട്ടതാണ്. ഈ ക്വസ്റ്റ്യൻ ഇട്ടയാൾ ഇങ്ങനെ ഒന്നും ചിന്തിച്ച് കാണില്ല. ബട്ട് ഇറ്റ് വാസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ആ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിലവാരം പുലർത്തിയ ഒരേ ഒരു ചോദ്യം ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം വെറും +1 ലെവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഉടനെ തന്നെ അടുത്ത സെഷനായിട്ട്, അടുത്തൊരു ക്ലാസ്സായിട്ട് ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് മാത്രമല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ, ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വർക്കൗട്ട് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യനിലൊന്നും വർക്കൗട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാം ഈ +1 പിള്ളേരെ കൊണ്ട് കൊടുത്താലും അവർ ചെയ്യും. ഇത് മാത്രമായിരുന്നു ഒരു സംശയം, നല്ല സംശയം കേട്ടോ. ജി എസ് ടി എടുക്കണോ വേണ്ടയോ? ഉത്തരം എടുത്താലും എടുത്തില്ലെങ്കിലും ഉത്തരം ശരിയാണ്. നമ്മുടെ നിയമമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു അറിവാണിത്. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ ജോലിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊക്കെ ചെയ്തു കൊടുക്കാനാണ് നിങ്ങൾ CA ആവുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തൽക്കാലം +1 ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ഉള്ളൂ എന്ന് കരുതി അങ്ങനല്ല, സബ്ജക്റ്റ് നോളജ് ഉണ്ടാക്കണം. ഈ സബ്ജക്റ്റിൽ എന്തൊക്കെയാണോ ഞാൻ പഠിപ്പിച്ചിരുന്നത്, ഞാൻ ഈ സബ്ജക്റ്റ് ഫുൾ എടുത്ത ആളാണ്. ഇതിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് മൊത്തം പഠിച്ച് വെച്ചോ. കാര്യം BCom കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് പോകുമ്പോഴേ അവിടെ +1 അല്ല വേണ്ടത്, ഇതുപോലത്തെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുവാണ്. ടെൻഷൻ വേണ്ട, ഈ 2 ആൻസറും ശരിയാണ്. ഇനി ആ ടെൻഷൻ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ടടുത്ത സെഷനായിട്ട്, അടുത്തൊരു ക്ലാസ് ആയിട്ട് ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വർക്കൗട്ട് ചെയ്ത് തരാം, മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറും. ഓക്കെ.